നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മണി ഏൺ ചെയ്യണം. എന്നാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു പ്രോബ്ലം വേറൊന്നുമല്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഫ്രീ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്. ഫ്രീ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ ഒരു കോഴ്സിന് വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് ഫ്രീ ആയി തരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു സബ്സ്ക്രൈബ് അതുപോലെ ഒരു ലൈക്കാണ്. ഈ രണ്ട് കാര്യം ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ഈ ഒരു പ്രോഗ്രാം വെച്ച് ഒരു മാസം 50,000 1,00,000 രൂപയൊന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിലവിനുള്ള പൈസ, പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ച് പൈസ ആക്കാൻ പറ്റും. അതുപോലെ ട്രിപ്പ് പോകാനൊക്കെ കുറച്ച് പൈസ, ഫുഡ് കഴിക്കാനുള്ള കുറച്ച് പൈസ, ചെറിയ രീതിയിലുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ എക്സ്ട്രാ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം ആ ഒരു എമൗണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ മുഴുവനായി കാണാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പൈസ ഏൺ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു വീഡിയോസിലൂടെ നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, പൈസയാക്കുന്നു. ഓക്കെ, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, പ്രോ ഇൻസ്റ്റഗ്രാം വ്യൂസിനും ഫോളോവേഴ്സിനും പൈസ തരുമോ എന്ന്. ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല, ഫ്യൂച്ചറിൽ വരുമായിരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ സെല് ചെയ്യലാണ്. അപ്പോൾ എന്താണ് നമ്മൾ സെല് ചെയ്യുക? സെല് ചെയ്യാൻ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്. ഡിജിറ്റലായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ കോഴ്സ് ആവട്ടെ, ഇ ബുക്സ് ആവട്ടെ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു കോച്ചിങ് പ്രോഗ്രാം ആവട്ടെ. ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയാം. കോഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സ്, ട്രേഡിംഗ് കോഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇ ബുക്കിൻ്റെ എക്സാമ്പിൾ വെച്ചാൽ ഓൺലൈനിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയ ബുക്ക്. ഓക്കെ, അത് പെയ്ഡായിട്ട് വാങ്ങുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻസ്. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് സീരീസും മൂവീസും കാണാൻ പറ്റുന്നു. എല്ലാ മാസവും ഇങ്ങനെ പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക്, നിങ്ങൾ ജിയോ റീചാർജൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഓരോ മാസം 350 രൂപ അല്ലെങ്കിൽ എത്രയാണോ അത് നിങ്ങൾ റീചാർജ് ചെയ്യുന്നു, നിങ്ങൾക്ക് സ്പോട്ടിൽ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നു. അതാണ് സബ്സ്ക്രിപ്ഷൻസ്. അല്ലെങ്കിൽ കോച്ചിങ് 1-on-1 ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. 1-on-1 ആയിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ തടി കുറക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്. നമുക്കിവിടെ ടോട്ടൽ വരുന്നത് വെച്ചാൽ 6 സ്റ്റെപ്സ് ആണ്. ഈ 6 സ്റ്റെപ്സ് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഓൺലൈനിലൂടെ ആദ്യത്തെ 1000 രൂപയാവട്ടെ, 2000 രൂപയാവട്ടെ, 5000 രൂപയാവട്ടെ ഓൺലൈനിലൂടെ എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത്. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ പ്രൊഫൈൽ സെറ്റപ്പാണ്. ഈ പ്രൊഫൈൽ സെറ്റപ്പിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. ആദ്യത്തെ കാര്യം വെച്ചാൽ നിങ്ങളുടെ യൂസർ നെയിമാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ബയോ. ഈ 3 കാര്യം നിങ്ങളൊന്ന് സെറ്റാക്കി എടുത്താൽ നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റപ്പ് കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യം യൂസർ നെയിം. യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ടൈപ്പ് യൂസർ നെയിം ആഡ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇന്ന് ഞാനൊരു റീൽ കണ്ടു. ആ റീൽ എന്തോ കാരണവശാൽ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഷെയർ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നു, എടാ ഈ ഒരു റീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല കോമഡി ആയിട്ടുള്ള റീലായിരുന്നു, നീ അത് കാണണം, ഞാൻ അയച്ചു തരാമെന്ന് പറയും. അപ്പോൾ അവരെന്താണ് പറയാം, ഓക്കെ നീ അയച്ചോ, ഞാൻ കാണാമെന്ന് പറയും. അങ്ങനെ വീട്ടിൽ പോയതിനു ശേഷം ആ ഒരു റീലിൽ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ വെച്ചാൽ ആ ഒരു അക്കൗണ്ട് സെർച്ച് ചെയ്യുന്നു. അപ്പോഴാണ് ഓർക്കുന്നത് ആ ഒരു അക്കൗണ്ടിൻ്റെ പേര് മറന്നുപോയെന്ന്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ലൊരു ക്യാച്ച് ആയിട്ടുള്ള യൂസർ നെയിമാണ് നിങ്ങൾ വെച്ചതെങ്കിൽ ആ ഒരാൾ എന്ത് ചെയ്യും, ആ ഒരു പേര് മനസ്സിൽ ഉറച്ചു നിൽക്കും. അപ്പം സെർച്ച് ചെയ്ത് മല്ലു ബോൾട്ട് അല്ലെ മല്ലു പിൽ അല്ലെ മല്ലു എക്സ്പേസ് നല്ലൊരു ക്യാച്ച് ആയിട്ടുള്ളൊരു പേരാണെങ്കിൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആ ഒരു അക്കൗണ്ട് വേണം ഫോളോ ചെയ്യുന്നു. ആ ഒരു അക്കൗണ്ടിൽ ആ ഒരു സ്പെസിഫിക് റീല് കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയെല്ലാ റീൽസും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു. ആ ഒരു അക്കൗണ്ടിലെ ബാക്കിയെല്ലാ റീൽസും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ അടുത്ത് ബാക്കിയെല്ലാ റീൽസും വേണം ഷെയർ ചെയ്യുന്നു. അതുപോലെ എന്താ പറയുക, ആ ഒരു സ്പെസിഫിക് റീൽ എത്തുമ്പോഴേക്കും ബാക്കി കുറച്ച് ഷെയർസും ഇൻട്രാക്ഷൻസും ഒക്കെ അയാൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു റീല് പിന്നെ ഷെയർ ചെയ്യാൻ പോകുന്നത് എവിടെയായിരിക്കും? ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു 3-4 പേരുള്ള ഫ്രണ്ട് ഗ്രൂപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോൾ ക്ലാസ് തന്നെയുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ വൈറലാവാൻ അതും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കിത് തോന്നാം ഇത് ചെറിയൊരു കാര്യമല്ലേ, എന്നാൽ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ വൈറലാവാൻ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അവളുടെ യൂസർ നെയിം ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ടൈപ്പ് യൂസർ നെയിം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല ക്യാച്ചി ആൻഡ് പെട്ടെന്ന് ഓർമ്മ വരുന്ന ടൈപ്പ് യൂസർ നെയിമിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. അടുത്ത കാര്യമാണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. ഇതുപോലുള്ള പ്രൊഫൈൽ പിക്ചേഴ്സ് ചൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് പ്രൊഫൈൽ പിക്ചേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ലാസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ബയോ സെറ്റപ്പാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബയോ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ടേക്ക് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ പ്രൊഫൈൽ സെറ്റപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് പ്രോസസ്സാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്.
കണ്ടന്റ് റിസർച്ചാണ്. ഇത് തീരുമാനിക്കും നമ്മളുടെ വീഡിയോ വൈറലാവണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഒരു സെക്കൻഡ് ഒരു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസ് ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നടുക്ക് വീഡിയോസ് ഉണ്ടാവും, അതിൻ്റെ മേലെയും താഴെ ബ്ലാക്ക് ഓർ വൈറ്റിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, വീഡിയോയുടെ തൊട്ട് മേലെ ഒരു ടെക്സ്റ്റും ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വൈറൽ കണ്ടന്റ്സ് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. അതിനുശേഷം ഓരോ യൂസർ നെയിം നിങ്ങൾ സെർച്ച് ചെയ്യണം ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ പേജസിലും റീൽസ് ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓരോ പേജിൽ പോവുക, റീൽസ് സെക്ഷനിൽ പോവുക, റീൽസ് എടുക്കുക, സേവ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റഡ് കൊടുക്കുക. നമ്മൾ ഓരോ അക്കൗണ്ടിൽ പോയതിന് ശേഷം അവരുടെ റീൽസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അവർ റീൽസ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, വേണമെങ്കിൽ ഒരു കമൻറ്റ് ഇടുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള മീം വീഡിയോസിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പേഴ്സണിന് ഇതുപോലത്തെ മീം വീഡിയോസ് കാണാനാണ് താല്പര്യമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സെക്ഷൻ, അങ്ങനെ വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പിന്നീട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള മീം വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് സജഷൻ വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ച എല്ലാ യൂസർ നെയിമിലും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓരോ പേജിലും മിനിമം 30 റീലായിട്ടെങ്കിലും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ഏകദേശം 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂറാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽ സെക്ഷനിലോട്ടേക്ക് വരിക. പിന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇതുപോലുള്ള മീം കണ്ടന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടി. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് തുടങ്ങണം. സ്ക്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ കോമഡി ആയിട്ട് തോന്നിയ കണ്ടന്റ്സ്, നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ട് ചിരി വന്നെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളെ വൈറലാവാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വീഡിയോസിൽ മിനിമം ഒരു 50,000 ഷെയർസ് അല്ലെങ്കിൽ മിനിമം ഒരു 10,000 കമൻറ്റ്സ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ നല്ല കോമഡി ആണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ടുള്ള കാര്യം, വീഡിയോന് മിനിമം 50,000 ഷെയർസ് അല്ലെങ്കിൽ 10,000 കമൻറ്റ്സ്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5-10 റീൽസ് സെലക്ട് ചെയ്യുക. ആ റീൽസിനൊക്കെ ലിങ്ക് കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു റീൽ അപ്ലോഡ് ചെയ്ത പേജിൻ്റെ യൂസർ നെയിമും നോട്ട് ചെയ്ത് നോക്കുക. കുറച്ച് അതിൻ്റെ ആവശ്യം വരും. ഈ കോപ്പി ചെയ്ത് വെച്ച ലിങ്ക്സ് ഒക്കെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡൗൺലോഡർ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിലെ ഡൗൺലോഡ് ഓപ്ഷൻ വെച്ച് ഡൗൺലോഡ് ചെയ്യാറ്, കാരണം വാട്ടർമാർക്ക് വരും. അങ്ങനെ നമ്മളുടെ സ്റ്റെപ്പ് 2 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 3rd പ്രോസസ്സ് എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടെംപ്ലേറ്റ് ആണ്. അതിനുവേണ്ടി നമുക്ക് പിക്സാർട്ട് യൂസ് ചെയ്യാം. പിക്സാർട്ടിലോട്ടേക്ക് പോയതിനു ശേഷം ടൂൾസ് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സ്റ്റോറി ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യണം. സോ നിങ്ങളുടെ ഫോട്ടോ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷേപ്പിലോട്ടേക്ക് പോയതിന് ശേഷം സർക്കിൾ ചൂസ് ചെയ്യുക. സർക്കിൾ ചൂസ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സർക്കിൾ അഡ്ജസ്റ്റ് ചെയ്ത് മേലോട്ടേക്ക് വെക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ വീഡിയോയുടെ താഴെ നമ്മളൊരു ടെക്സ്റ്റ് വെക്കാൻ പോവുകയാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളുടെ വീഡിയോയിലൂടെയും നമ്മളുടെ പ്രൊഡക്റ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. വീഡിയോ കാണുന്ന ആളുകൾ താഴെയുള്ള ടെക്സ്റ്റ് എന്തായാലും വായിക്കും. അപ്പം ഡോണ്ട് ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ എന്നൊക്കെ വെച്ചാൽ ആളുകൾ എന്ത് ചെയ്യും? പോയി ക്ലിക്ക് ചെയ്യും. ഇതിലൂടെയും നമ്മളുടെ സെയിൽ നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് താഴെ നമ്മൾ കൊണ്ടുവെക്കണം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂസർ നെയിമാണ്. അങ്ങനെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം ടൈപ്പ് ചെയ്ത് നല്ലൊരു ഫോണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്ലേസിൽ അത് കൊണ്ടുവെക്കണം. അടുത്തതായി ചെയ്യേണ്ടത് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക, വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വെരിഫൈഡ് മാർക്ക് കാണാൻ പറ്റും. ഇതിലൊന്ന് ചൂസ് ചെയ്ത് ഇതുപോലെ നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ സൈഡിലായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം അത് ജസ്റ്റ് അങ്ങ് സേവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യലാണ്. അതിനുവേണ്ടി നമുക്ക് ഫിലിമോറ, ഇൻഷോട്ട് അതുപോലത്തുള്ള ആപ്പ് യൂസ് ചെയ്യാം. എഡിറ്റിംഗ് ആപ്പിലോട്ടേക്ക് പോയതിനു ശേഷം നമ്മളുടെ ടെംപ്ലേറ്റ് ഫസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത റീൽസ് ആഡ് ചെയ്യുക. അതിനുശേഷം എഡിറ്റിൽ പോകുക, ക്രോപ്പ് ക്ലിക്ക് ചെയ്യുക, നമ്മളുടെ വീഡിയോ ക്രോപ്പ് ചെയ്യുക. പുറത്ത് വരുന്ന ഈ ഒരു വൈറ്റ് പാർട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കളയാം. അങ്ങനെ അവസാനം ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു വീഡിയോ നമ്മളുടെ ടെംപ്ലേറ്റിൻ്റെ മിഡിൽ പോർഷൻ അല്ലെങ്കിൽ മിഡിൽ ഡൗൺ പോർഷനിലോട്ടേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഒറിജിനൽ വീഡിയോയുടെ ക്യാപ്ഷൻ മീ പ്രിപ്പയറിംഗ് ഫോർ എക്സാം എന്നായിരുന്നു. എന്നാൽ ഞാനിവിടെ ഇത് മലയാളത്തിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചത് എന്നാണ് കൊടുത്തത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്, വാട്ട് ഐ റോട്ട് ഇൻ എക്സാം. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയത് എന്ന് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മളുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മളുടെ ടെംപ്ലേറ്റ് ആഡ് ചെയ്യാം, അതിനുശേഷം നമ്മളുടെ വീഡിയോ ആഡ് ചെയ്യാം, അത് ക്രോപ്പ് ചെയ്യുക, വീഡിയോ മിഡിൽ പാർട്ടിലോട്ടേക്ക് ആഡ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ മേലെയുള്ള ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഒരു എഡിറ്റിംഗ് എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നമ്മളുടെ വീഡിയോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ ക്രോപ്പ് ചെയ്യണം. അപ്പം വീഡിയോ നമ്മളിവിടെ ക്രോപ്പ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയാണുള്ളത്. ഇനി നമ്മുടെ വീഡിയോ ഡൗൺ മിഡിൽ പാർട്ടിലോട്ടേക്ക് നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ വീഡിയോന് കേർവ് ഷേപ്പ് ആണെങ്കിൽ ജസ്റ്റ് മാസ്ക് ഓപ്ഷനിലോട്ടേക്ക് പോയാൽ മതി. അതിനുശേഷം റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക, റൗണ്ട് കോർണർ ക്ലിക്ക് ചെയ്യുക, അത് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ സൈഡ്സ് കേർവ് ആയിട്ട് വരും. ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്തു, പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ വീഡിയോ എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റിംഗ് ആണ്. അടുത്ത കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോയിലെ ക്യാപ്ഷനാണ്. ക്യാപ്ഷൻ്റെ ഫസ്റ്റ് ലൈൻ എന്താണെന്ന് വെച്ചാൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്രണ്ട്സ് റിലേറ്റഡ് വീഡിയോ ആണെങ്കിൽ മെൻഷൻ ദാറ്റ് ഫ്രണ്ട്, അല്ലെ മെൻഷൻ എന്ന് മാത്രം കൊടുത്ത് ഒരു ചിരിക്കുന്ന ഒരു ഇമോജി കൂടി ഇട്ടാൽ അത് സെറ്റായി. ഫോർ എക്സാമ്പിൾ ഒരു ഇമോഷണൽ കണ്ടന്റ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുറച്ച് ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. അതിനുശേഷം താഴോട്ട് നമ്മൾ സ്പേസ് ഇടുക. ഫോളോ അറ്റ് നിങ്ങളുടെ യൂസർ നെയിം ഫോർ മോർ, അല്ലെങ്കിൽ ഫോളോ അറ്റ് യൂസർ നെയിം ഫോർ ഡെയിലി മീംസ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾ കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ക്രെഡിറ്റ് കൊടുക്കണം. ക്രെഡിറ്റ് ഒരു കോളൻ, നിങ്ങൾ റീപോസ്റ്റ് ചെയ്ത ഒറിജിനൽ ക്രിയേറ്ററിൻ്റെ യൂസർ നെയിം ഇവിടെ കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ താഴെ ക്രെഡിറ്റ് ഗോസ് ടു റെസ്പെക്റ്റീവ് ഓണർ, എനി ഇഷ്യൂസ് DME എന്നുകൂടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. അതിൻ്റെ കാരണം വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ആണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വരും, നിങ്ങളുടെ അക്കൗണ്ടിനെ അത് ബാധിക്കും, പിന്നെ വ്യൂസ് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ടേക്ക് എത്തും. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങൾ ഹാഷ്ടാഗ് ഇടണം. എത്ര ഹാഷ്ടാഗ് ഇടാമെന്ന് വെച്ചാൽ 3 ഹാഷ്ടാഗിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഹാഷ്ടാഗ് മലയാളം എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ഹാഷ്ടാഗ് നമുക്ക് മീംസ് എന്ന് കൊടുക്കാം, മൂന്നാമത്തെ ഹാഷ്ടാഗ് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാഷ്ടാഗ് കൊടുക്കാം. ഇപ്പം വീഡിയോ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആണെങ്കിൽ ഫ്രണ്ട് എന്ന് കൊടുക്കാം, ഫ്രണ്ട്ഷിപ്പ് എന്ന് കൊടുക്കാം. റിലേറ്റബിൾ വീഡിയോ ആണ് റിലേറ്റബിൾ എന്ന് കൊടുക്കാം. അപ്പം മൂന്നാമത്തെ ഹാഷ്ടാഗ് നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാഷ്ടാഗ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട് റിലേറ്റഡ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് കൊടുക്കാം, അതുപോലെ റിലേറ്റബിൾ എന്ന് കൊടുക്കാം, പിന്നെ കോമഡി ആണ് കോമഡി എന്ന് കൊടുക്കുക, ഇമോഷണൽ ആണ് ഇമോഷണൽ എന്ന് കൊടുക്കുക. ജസ്റ്റ് ആ വേർഡ്സ് ടൈപ്പ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ക്യാപ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലാവും. അതിനുശേഷം വീഡിയോസ് ഒക്കെ അതിൻ്റെ പുറകെ വൈറലായി തുടങ്ങും. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല രീതിയിൽ വ്യൂസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലൂടെ പൈസ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയിട്ട് ഷെഡ്യൂൾ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ടൈമും പോയി പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ജസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മണിക്ക് പോസ്റ്റ് ചെയ്യണം, പക്ഷേ 5 മണിക്ക് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുക. അപ്പം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ നിങ്ങൾക്ക് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതിനുശേഷം 5 മണിക്ക് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ആവും. അപ്പം ഈ ഒരു ഷെഡ്യൂൾ ഓപ്ഷൻ എല്ലാ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്നും ഇല്ല, അത് മെല്ലനെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഡെയിലി ഏത് ടൈമാണ് പോസ്റ്റ് ചെയ്യുക, അതുപോലെ എത്ര ടൈം ഡെയിലി പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം ഡെയിലി 3 ടൈം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ രാത്രി 6 മണി, 7 മണി, 9 മണി ആയിരിക്കും. ഈ 3 സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓപ്ഷൻ വന്നവർക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഡെയിലി 3 പോസ്റ്റ് ആണെങ്കിൽ 10 ദിവസത്തിൽ 30 പോസ്റ്റ്, ഒരു മാസത്തിൽ 90 പോസ്റ്റ്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് വൈറലാവാനുള്ള ചാൻസ് വളരെയധികമാണ്. ഒരു വീഡിയോ വൈറലായാൽ മതി, അതിൻ്റെ പുറകെ ബാക്കി കുറേ എണ്ണം വൈറലായി തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് റീച്ചായി വരും. പക്ഷേ അഥവാ ചില കാരണവശാൽ വൈറലായിട്ടില്ല എന്ന് കരുതുക, നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ച് നോക്ക്. നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഫെയിലാവും? ഇല്ല, ഫെയിലാവാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഫെയിലാവാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. ഒരു പോസ്റ്റ് വൈറലായാൽ മതി, പിന്നെ അതിൻ്റെ പുറകെ എല്ലാ പോസ്റ്റും വൈറലാവും. 1 പോസ്റ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫ് തന്നെ. കാരണം പൈസ വന്നു തുടങ്ങിയാൽ നിങ്ങളത് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനും പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി കഷ്ടപ്പെടണം. ആദ്യത്തെ 1 മാസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യാൻ നോക്കുക, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ. കാരണം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലാതെ ഒരു ദിവസം പോസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യുന്നവരല്ല വേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നോക്ക്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓണർ ആണെങ്കിൽ നിങ്ങൾ എല്ലാ റീൽസും അല്ലെങ്കിൽ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ വെറുതെ അങ്ങ് വൈറലാക്കി വിടുമോ? ഇല്ലല്ലോ. ആ ഒരു അക്കൗണ്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നല്ല നല്ല കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല നിങ്ങൾ വൈറലാക്കി വിടും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി നിങ്ങളുടെ വീഡിയോ മിനിമം ഒരു 10K വ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കമൻറ്റിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. മിനിമം 10,000 വ്യൂസ് ആയാൽ മാത്രം നിങ്ങൾ കമൻറ്റ്
പിൻ ചെയ്ത് വെക്കുക. ഞാനിവിടെ സെല് ചെയ്യുന്നത് ഈ ഒരു 180 മണി മേക്കിംഗ് കോഴ്സിന്റെ ബണ്ടിലാണെന്ന് കരുതുക. ഈ ഒരു 180 ബണ്ടിൽ വരുന്നത് ആമസോൺ FBA, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, ക്രിപ്റ്റോ, സ്റ്റോക്സ്, ട്രേഡിംഗ്, അതുപോലുള്ള കുറേ അധികം കോഴ്സസ് ആണ്. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ ഒക്കെ പേര് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സ്, ക്രിപ്റ്റോ, അതുപോലെ ട്രേഡിംഗ്, ആമസോൺ FBA, പേഴ്സണൽ ബ്രാൻഡിംഗ്, ഈ ഒരു കോഴ്സൊക്കെ വേണമെങ്കിൽ ബയോയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഹായ് അയച്ചോ എന്ന് നമ്മൾ കമൻറ്റ് ഇട്ടതിന് ശേഷം അത് പിൻ ചെയ്ത് വെക്കുക. അപ്പം വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർ എന്തായാലും കമൻറ്റ് റീഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ പിൻ ചെയ്ത് വെച്ച കമൻറ്റ് കണ്ടാൽ ആൾക്കാർ ബയോയിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ വാട്സപ്പിലോട്ടേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു 180 ബണ്ടിൽ പഠിപ്പിക്കുന്നത് ഓൺലൈനിലൂടെ എങ്ങനെ മണി ഏൺ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വേറെ രീതിയിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈനിലൂടെ മണി ഏൺ ചെയ്യണം, എന്നാൽ ബയോയിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഹായ് അയച്ചോ എന്നും കൂടി നമുക്ക് വെച്ച് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ബയോയിൽ എന്ത് ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ബയോയിൽ നമ്മൾ കൊടുക്കേണ്ട ലിങ്ക് വെച്ച് നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ആയിരിക്കണം. നമ്മുടെ വാട്സപ്പ് നമ്പർ ഒരു ലിങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ WA.me/+91 അതിനുശേഷം നിങ്ങളുടെ നമ്പർ അടിച്ചു കൊടുത്താൽ അതൊരു ലിങ്ക് ആയിട്ട് മാറും. അങ്ങനെ ആളുകൾ നിങ്ങളുടെ ബയോയിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഹായ് അയച്ചു വരും. ഇനി എന്ത് ചെയ്യണം? സെല് ചെയ്യാനുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഡിജിറ്റൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം പർച്ചേസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾ 1 ടൈം പർച്ചേസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ല, ഹൈ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ സെയിൽ അടക്കാനുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒന്നും രണ്ടൊന്നുമല്ല, ഒരു 10 നല്ല രീതിയിൽ സെയിൽ അടക്കാൻ ചാൻസുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു, കസ്റ്റമർ വരുന്നു, കസ്റ്റമർ ഹായ് അയച്ചു വരുന്നു, നിങ്ങളൊരു വോയിസ് നോട്ട് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 180 കോഴ്സാണ് സെല് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പറയാം: ഹേ ബ്രോ, അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ മണി ഏൺ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല, അതുപോലെ തന്നെ കൂടുതൽ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് ബ്രോ എങ്കിൽ ബ്രോന് പറ്റിയൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപ വരില്ല. ഓൺലൈനിലൂടെ മണി ഏൺ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, ഫോറെക്സ്, സ്റ്റോക്സ്, ക്രിപ്റ്റോ, അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ്, ആമസോൺ FBA. എന്നാൽ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചെടുത്താൽ മിനിമം 1000 രൂപയെങ്കിലും ആവും. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓൾ ഇൻ വൺ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 49 റുപ്പീസിനാണ്. ഇപ്പോൾ ബ്രോ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞു, ഞാൻ എൻ്റെ ഗൂഗിൾ പേ സ്കാനർ അയക്കാം, അതിലോട്ടേക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ചു. അങ്ങനെ നമ്മുടെ കസ്റ്റമർ വന്നാൽ ഇതുപോലൊരു വോയിസ് നമ്മൾ അയച്ചു കൊടുക്കുക. നമ്മളെ സെയിൽസിൽ നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ വാല്യൂ ഇൻക്രീസ് ചെയ്ത് അത് കുറക്കുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ മസ്റ്റാങ് ഏകദേശം 90 ലാക്ക് റുപ്പീസാണ് മസ്റ്റാങ്ങിൻ്റെ വില. ആ ഒരു മസ്റ്റാങ് വെറും 15 ലാക്ക് റുപ്പീസിന് ഓഫർ പ്രൈസിലുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവരും കയറി പർച്ചേസ് ചെയ്യും, ശരിയല്ലേ? അതിനുവെച്ചാൽ സെക്കൻഡ് ഹാൻഡ് അല്ല, ഫസ്റ്റ് ഹാൻഡ് കമ്പനി തന്നെ ഓഫർ ഇടലാണെന്ന് വിചാരിക്കുക. അപ്പം ഏകദേശം എല്ലാവരും വിചാരിക്കും ബെസ്റ്റ് ഓപ്ഷനല്ലേ. അതുപോലെ തന്നെ 15 ലാക്സ് കയ്യിലുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കില്ല, മസ്റ്റാങ് അങ്ങ് പർച്ചേസ് ചെയ്യും. കാരണം അത്രത്തോളം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ iPhone 16 Pro ഏകദേശം 1,20,000 റുപ്പീസുള്ള പ്രൊഡക്റ്റ് വെറും 30,000 റുപ്പീസിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ കയ്യിൽ 30,000 റുപ്പീസുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, അപ്പാടെ തന്നെ പർച്ചേസ് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം 30,000 റുപ്പീസ് നമ്മളുടെ കയ്യിലുണ്ട്, എന്നാൽ ഈ iPhone 16 Proൻ്റെ ഓഫർ ഇല്ല. നമ്മൾക്കൊരു ഫോണും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബിൽ നോക്കും, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോൺ, അങ്ങനെയൊക്കെ നോക്കി ഏറ്റവും നല്ല 30,000 റുപ്പീസിൻ്റെ ഫോൺ കണ്ടുപിടിക്കും. എന്നാൽ അവിടെ 16 Pro ഡിസ്കൗണ്ടിൽ വന്നാൽ നമ്മളൊന്നും നോക്കൂല, സെർച്ച് ചെയ്യാനൊന്നും നോക്കൂല, പെട്ടെന്ന് അങ്ങ് പർച്ചേസ് ചെയ്യും. അതിൻ്റെ കൂടെ 2 ദിവസത്തെ ഓഫർ അല്ലെങ്കിൽ 3 ദിവസത്തെ ഓഫർ എന്നും കൂടി നമ്മൾ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കില്ല, ആ ഒരു സ്പോട്ടിൽ തന്നെ പർച്ചേസ് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്തത് 2 കാര്യമാണ്. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ വാല്യൂ നല്ല രീതിയിൽ കൂട്ടി, അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഓഫറിൽ കൊടുത്തു. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അങ്ങനെ വെച്ചാൽ ഓഫർ പ്രൈസ് ഇനി അല്ലെ 2 ദിവസമേ ഉള്ളൂ, അല്ലെ 2 സ്പോട്ടേ ഉള്ളൂ, അങ്ങനെ നമ്മൾ പറഞ്ഞ് ഓഫർ അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള ഓഫർ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു സെയിം കാര്യം നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ 180 കോഴ്സ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ്, അതുപോലെ ക്രിപ്റ്റോ, അതുപോലെ ഫോറക്സ്, ഇതൊക്കെ നിങ്ങൾ സിംഗിളായിട്ട് പഠിച്ചെടുക്കലാണെങ്കിൽ മിനിമം 5,000-10,000 രൂപയാവും. കാരണം ഓരോ കോഴ്സ് നിങ്ങളെടുത്ത് പഠിച്ചെടുക്കലാണെങ്കിൽ മിനിമം 5,000-10,000 രൂപയാവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്നത് 499 രൂപക്കാണ്. എന്നാൽ ഇന്നൊരു ഓഫർ ഉണ്ട്, ഇന്ന് മാത്രമേ ഉള്ളൂ, വെറും 79 രൂപക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഴ്സൺ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, 5,000-10,000 രൂപയുണ്ട്, അതുപോലെ തന്നെ ഇവർ 500 രൂപക്കാണ് സെല് ചെയ്യുന്നത്, ഇപ്പോൾ 79 രൂപക്ക് ഓഫർ ഉണ്ട്, എന്നാൽ അത് വാങ്ങിയാൽ നല്ലൊരു ഡീലായിരിക്കില്ലേ എന്ന് വിചാരിക്കും. പിന്നെ ഇന്ന് മാത്രമുള്ള ഓഫറാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യും. അപ്പോൾ
അപ്പോൾ ഗൈസ് ഈ ഒരു കോഴ്സ് ഏകദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, കണ്ടന്റ് കണ്ടുപിടിക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു, നമ്മളുടെ കമൻസിലൂടെയും വീഡിയോസിലൂടെയും നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, ലക്ഷങ്ങളോളം വ്യൂസ് കിട്ടുന്നു, ആൾക്കാർ വരുന്നു, അവർക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു. അതേപോലെ തന്നെ എത്ര പ്രൈസിനാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ടത്? ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൈസ് 49, 69, 99. ഇപ്പം ചിലർ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ബ്രോ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഒരു 5000 രൂപയൊക്കെ ആക്കാൻ ശരിക്കും പറ്റുമോ എന്ന്. ഗൈസ് ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ 30 രൂപക്കാണ് സെല് ചെയ്യുന്നതെന്ന് കരുതുക. ഡെയിലി ഒരു 12 പേർക്ക് നിങ്ങൾ സെല് ചെയ്താൽ ഒരു ദിവസം 360 രൂപയായി. അത് ഒരു മാസം 10,440 രൂപയായി. 30 രൂപക്ക് നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് 12 പേർക്ക് സെല് ചെയ്താൽ തന്നെ ഒരു മാസം 10,000 റുപ്പീസായി. ഇനി ഞാൻ കുറച്ച് ബോണസ് ടിപ്സ് പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ പ്രോസസ് സിമ്പിൾ ആൻഡ് ഫാസ്റ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോസിന് താഴെയൊക്കെ പറയുമല്ലോ, ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ ടു സ്റ്റാർട്ട് ഏർണിംഗ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം ഡോണ്ട് ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ, അതുപോലെ തന്നെ കമൻറ്റിൽ ഡോണ്ട് ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ എന്നൊക്കെ നമ്മൾ കൊടുത്താലുള്ള ഒരു യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളീസിൻ്റെ സ്വഭാവം നമുക്കറിയാലോ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ പോയി ചെയ്യും. അപ്പം ഡോണ്ട് ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ എന്ന് കണ്ടാൽ ബയോയിലെ ലിങ്ക് പോയി ക്ലിക്ക് ചെയ്യും. അതാണ് നമ്മൾ ഏകദേശം എല്ലാവരും ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അഡ്വാൻറ്റേജ് ആയി എടുക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ 2 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് ഡബിൾ ആക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സൺഡേ നിങ്ങൾ 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ മാറ്റി വെച്ച് എല്ലാ വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാലുള്ളൊരു യൂസ് എന്ന് വെച്ചാൽ പിന്നെ ഒരാഴ്ച നിങ്ങൾക്ക് ഒരു വർക്കും ചെയ്യാതെ വെക്കാം. അപ്പം ഈ ഒരു കോഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റിയ 10 ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ തരുന്നതായിരിക്കും. നല്ല രീതിയിൽ സെയിൽ അടക്കാൻ ചാൻസ് ചെയ്യും. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ തരുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മെന്റർഷിപ്പ് സപ്പോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് അവൈലബിൾ ആണ്. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, നിങ്ങളുടെ അക്കൗണ്ടിലെ മിസ്റ്റേക്സ് ഒക്കെ നോക്കി നമുക്ക് പറഞ്ഞുതരാൻ പറ്റും എന്താണ് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്നൊക്കെ. അഞ്ചാമതായിട്ട് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ 4000 ആദ്യത്തെ മാസം ആക്കിയതെങ്കിൽ അത് അടുത്ത മാസം ഇങ്ങനെ 5000, 6000, 7000 കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾ 10,000 ഏൺ ചെയ്യുന്നെങ്കിൽ അടുത്ത മാസം അതെങ്കിലും 15,000 കൊണ്ടുപോകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്.